I'm Naina Narayanan and this is Sims Education Center Malappuram. We are going through the paper Social History of England and the History of English Literature. Unit 5, The Age of Wordsworth. Introduction. The Age of Wordsworth was a record of effects produced by the French Revolution. At the end of the 18th century, England and France engaged in open war. The reasons were many: the extinction of French Republic, restoration of the Bourbon dynasty were some of them. അപ്പോൾ നമ്മുടെ ഏജ് ഓഫ് വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ എഫക്ട്സൊക്കെ ഉണ്ടായിരുന്ന ഒരു ഏജാണ്. അപ്പം 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇംഗ്ലണ്ടിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലൊരു ഓപ്പൺ വാർ നടന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് റിപ്പബ്ലിക്കിൻ്റെ എക്സ്റ്റിങ്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ വിനാശം, അതുപോലെ തന്നെ ബർബൺ ഡൈനാസ്റ്റി പുനഃസ്ഥാപിക്കപ്പെട്ടതും ഒക്കെയാണ് ഈ ഒരു യുദ്ധത്തിനുള്ള കാരണം എന്ന് പറയുന്നത്. The first writers of this age, with Wordsworth and Coleridge, welcomed the new era. Then, as the French Revolution took dangerous turns and twists, there was disappointment, disillusion, dejection and despair, notably in the works of Wordsworth. But the younger writers like Leigh, Hunt, Shelley and Keats still adore the revolutionary doctrines. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, ആദ്യത്തെ മീൻസ് ആ ഏജിൻ്റെ തുടക്കത്തിലുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത് വേർഡ്സ്വർത്തും കോളറിഡ്ജും ആയിരുന്നു. അപ്പം ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ എന്താണ്, ഒരുപാട് ടേൺസും ട്വിസ്റ്റും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആളുകൾക്കിടയിൽ ഒരുപാട് മീൻസ് വേർഡ്സ്വർത്തിൻ്റെ വർക്കിലൊക്കെ ആ ഒരു നിരാശ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ യങ് റൈറ്റേഴ്സായുള്ള ലേ, ഹണ്ട്, ഷെല്ലി, കീറ്റ്സ് അവരൊക്കെ എന്താ പറയുക, ഒരു ഈ ആ ഒരു വിപ്ലവത്തെ ആരാധിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള വർക്ക്സ് ആയിരുന്നു. The long war brought in misery, low wages, unemployment and heavy taxation. അപ്പോൾ ഈ ഒരു യുദ്ധം, ഈ നീണ്ടു കിടന്ന ഈ ഒരു യുദ്ധം എന്താണ്, ഒരുപാട് ദുരിതവും പിന്നെ ഈ ശമ്പളം ഒക്കെ കുറവായിരുന്നു, അതുപോലെ തന്നെ ജോലി ഇല്ലാത്തൊരവസ്ഥ, പിന്നെ എല്ലാത്തിനും ടാക്സ് ഈടാക്കുക, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണമായി ഈ നീണ്ടു നിന്ന യുദ്ധം. There was a loud plea for social justice in literature of this time. The development of new ideas gave birth to new inspiration to poetry. A great change in the subject matter of literature was experimented. അപ്പോൾ എന്താ വെച്ചാൽ ഒരു സോഷ്യൽ ജസ്റ്റിസിനായിട്ടുള്ള ഒരു ഹർജി പോലെയായിരുന്നു അന്നത്തെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ ഐഡിയാസ് എന്താണ്, പോയട്രിയിലൊക്കെ പുതിയ ഇൻസ്പിറേഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ ലിറ്ററേച്ചറിലെ സബ്ജക്റ്റ് മാറ്ററിൽ തന്നെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് വന്നു, ഒരുപാട് മാറ്റങ്ങൾ വന്നു. ദിസ് റിട്ടേൺ ടു നേച്ചർ റിസൾട്ട് ദ ഫ്രഷ് അനാലിസിസ് ഓഫ് നേച്ചർ. അപ്പോൾ എന്താണ്, നേച്ചറിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കായിരുന്നു പ്രധാനമായിട്ടുള്ളത്. അതിൽ നേച്ചർ വാസ് കൺസിഡർ ദ ഐ ഓഫ് ഓൾ തിങ്സ്. അപ്പോൾ നേച്ചർ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും കണ്ണെന്ന രീതിയിലായിരുന്നു പറയുന്നത്. ബീയിങ് ദ ഒബ്സർവൻറ്റ് സോൾ, നേച്ചർ ബിഹാൽഡ് ദ സ്പിരിറ്റ് that inhibits all things. Nature was thus amplified and glorified. The age of Wordsworth is broadly called romantic triumph in literature. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാച്ചുർ എല്ലാം കാണാൻ മീൻസ് എല്ലാത്തിനുള്ളതിനെ കുറിച്ചും എല്ലാം നേച്ചറിനെ അറിയാം. അതുപോലെ നേച്ചർ എന്താ പറയുക, നേച്ചറിനെ മഹത്വപ്പെടുത്തിയിട്ടാണ് അന്നത്തെ വർക്ക്സൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ വർക്കിന് എന്താ പറയുക, റൊമാൻറ്റിക് ട്രയംഫ് ഇൻ ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. The older poets, the life of William Wordsworth. He was born at Cockermouth in 1770. He spent his boyhood among the shepherds of his native country. He was educated at Cambridge. In 1793, he published An Evening Walk and Descriptive Sketches. His friendship with Coleridge simulated his genius. Both of them jointly produced the lyrical ballads. He was married and settled at Lake District, the name always associated with him. At first critics did not approve him, but in 1843 he was made poet laureate. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1770 കോക്കർമൗത്തിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം അദ്ദേഹം അവിടുത്തെ ഷെപ്പേർഡ്സ്, ആട്ടിടയന്മാരുടെ കൂടെയാണ് ചിലവഴിച്ചിരുന്നത്. അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കാംബ്രിഡ്ജിൽ നിന്നാണ്. അപ്പോൾ 1793 അദ്ദേഹത്തിൻ്റെ ആൻ ഈവനിങ് വാക്ക് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്കെച്ചസ് എന്നുള്ള വർക്ക് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കോളറിഡ്ജുമായിട്ടുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് എന്താണ്, മീൻസ്
അവരുടെ ജീനിയസിനെ തന്നെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ബോത്ത് ഓഫ് ദം ജോയിൻലി പ്രൊഡ്യൂസ് ദ ലിറിക്കൽ ബാലഡ്സ്. അപ്പം കോളറിഡ്ജും വേർഡ്സ്വർത്തും കൂടിയാണ് ലിറിക്കൽ ബാലഡ്സ് എന്നുള്ള വർക്ക് എഴുതിയിട്ടുള്ളത്. He was married and settled at Lake District, the name always associated with him. അപ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ച് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ സെറ്റിൽഡായി. At first critics did not approve him, but in 1843 he was made poet laureate. അപ്പോൾ തുടക്കത്തിലൊന്നും ക്രിട്ടിക്സ് ഒന്നും അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 1843 അദ്ദേഹം ഒരു ആസ്ഥാന കവിയായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. Its relationship with the revolutionary movement can be seen in his autobiographical work, The Prelude. The terror of revolution changed his attitudes of revolution. He ended as an extreme conservative. അപ്പോൾ ഈ റെവല്യൂഷണറി മൂവ്മെൻറ്റുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കായ പ്രലൂഡിൽ കാണാനായിട്ട് സാധിച്ചിരുന്നു. ഈ റെവല്യൂഷൻ്റെ ടെറർ എന്താണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെ തന്നെ മാറ്റിക്കളഞ്ഞു. വിപ്ലവത്തിന് അപ്പോൾ പിന്നീട് അദ്ദേഹം ഒരു ഒരു യാഥാസ്ഥിക മനോഭാവമുള്ളൊരു വ്യക്തിയായിട്ട് മാറി. Wordsworth's theory of poetry and lyrical ballads. The publication of lyrical ballads opened a new chapter in the history of English poetry. It deals entirely with the development of both Romanticism and Naturalism. Romanticism was represented by Coleridge, the Ancient Mariner, and Naturalism by Wordsworth's Goody Blake, The Throne, The Idiot Boy, and some other poems. അപ്പോൾ ലിറിക്കൽ ബാലാഡ്സിൻ്റെ പബ്ലിക്കേഷൻ എന്താണ്, ഇംഗ്ലീഷ് പോയട്രിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു അധ്യായം തുടങ്ങി. അതിൻ്റെ ഐഡിയൽസ് എന്ന് പറയുന്നത് റൊമാൻറ്റിസിസം നാച്ചുറലിസം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ റൊമാൻറ്റിസിസം റെപ്രസെൻറ്റ് ചെയ്തത് കോളറിഡ്ജാണ് അദ്ദേഹത്തിൻ്റെ ആൻഷ്യൻ്റ് മറൈനർ എന്നുള്ള വർക്കിലൂടെ. നാച്ചുറലിസം വേർഡ്സ്വർത്തിലൂടെയാണ് വന്നത്. ഗുഡി ബ്ലേക്ക്, ദ ത്രോൺ, ദ ഐഡിയറ്റ് ബോയ്, ഇങ്ങനെയുള്ള കുറച്ച് പോയിംസിൽ. In this preface to ballads, he sets his aim to choose incidents and situations from common life in selection language with coloring of imagination. The whole background of his writings was towards simplification of life, which was in harmony with the revolutionary spirit. അദ്ദേഹത്തിൻ്റെ പ്രിഫേസ് ടു ബാലാഡ്സിൽ ഇങ്ങനെ കോമൺ ലൈഫിലുള്ള ഇൻസിഡൻസും കാര്യങ്ങളും സിറ്റുവേഷൻസൊക്കെയാണ് അദ്ദേഹം ചൂസ് ചെയ്തിരുന്നത്. അതിൽ തന്നെ ഇമാജിനേഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ട്. The whole background of his writings was towards simplification of life, which was in harmony with the revolutionary spirit. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട്, ആ എഴുത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ലൈഫിൻ്റെ ഒരു സിംപ്ലിഫിക്കേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഐക്യം അല്ലെങ്കിൽ വിപ്ലവകരമായ ഒരു സ്പിരിറ്റ് എന്നൊക്കെ പറയാം. സോ the features of Wordsworth's poetry. Wordsworth is the greatest poet of the country and natural life. He loved nature and his knowledge of nature was abundant. He wrote with his eyes steadily fixed upon his object. He considered even small things of nature great. He had the keenest eye of all the modern poets. His every touch was full of direct observation. His poetry is pervaded with profound religious feeling and not love, knowledge and fidelity. Tintern Abbey and Ode to the Intimations of Immortality were the embodiments of the divine spirit. Wordsworth believed that nature was between the universal soul and the soul of man. His greatness as a moralist is apparent in his works. അപ്പം ആ രാജ്യത്തിൻ്റെ തന്നെ നാച്ചുറൽ ലൈഫിൻ്റെ തന്നെ ഗ്രേറ്റസ്റ്റ് പോയിറ്റായിട്ട് നമുക്ക് വേർഡ്സ്വർത്തിനെ പറയാം. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അത്രത്തോളം ഇഷ്ടമായിരുന്നു. ആ നേച്ചറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവും സമൃദ്ധമായിട്ടുള്ള ഒന്നായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് എഴുതുന്നത്, ആ ഒരു ഒബ്ജക്റ്റിനെ നേരിൽ കണ്ട് വളരെ കീനായി ഒബ്സർവ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം. നേച്ചറിലെ ഏറ്റവും ചെറിയ കാര്യത്തെ പോലും അദ്ദേഹം വളരെ ഗ്രേറ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മോഡേൺ പോയറ്റ്സിൻ്റെ കീനസ്റ്റ് ഐ, ഏറ്റവും സൂക്ഷ്മ ബുദ്ധിയായിട്ടുള്ളൊരു വ്യക്തി എന്ന് നമുക്ക് വേർഡ്സ്വർത്തിനെ പറയാം. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തിട്ടായിരുന്നു കവിതകളിൽ എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പോയട്രി എന്ന് പറയുന്നത് ഇങ്ങനെ റിലീജിയസ് ഫീലിങ്സ് ആയിരുന്നു അഗാധമായിട്ട് വ്യാപിച്ച് കിടന്നിരുന്നത്. അല്ലാതെ നോട്ട് ലവ്, നോളേജ്, ലവോ അറിവോ അല്ലെങ്കിൽ വിശ്വസ്തതയോ എന്നതിലുപരി റിലീജിയസ് ഫീലിങ്സ് ആയിരുന്നു അതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്.
ഇപ്പോൾ ടിൻഡേൺ ആബി, അതുപോലെ ഓഡ് ടു ദ ഇൻറ്റിമേഷൻസ് ഓഫ് ഇമോർട്ടാലിറ്റി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഡിവൈൻ സ്പിരിറ്റിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. വേർഡ്സ്വർത്ത് ബിലീവ്ഡ് ദ നേച്ചർ വാസ് മീൻസ് എന്താണെന്ന് വെച്ചാൽ നേച്ചർ നമ്മുടെ യൂണിവേഴ്സൽ സോളിനും അതുപോലെ മനുഷ്യൻ്റെ സോളിൻ്റെയും ഇടയിൽ നേച്ചർ ഉണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മോറലിസം നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ദ ലിമിറ്റേഷൻസ് ഓഫ് വേർഡ്സ്വർത്ത് ആർ ദാറ്റ് ഹീ ഹാഡ് നോ ഹ്യൂമർ, ലിറ്റിൽ പാഷൻ ആൻഡ് ഡെഫിഷ്യൻ്റ് ഇൻ ഡ്രാമാറ്റിക് പവർ. അദ്ദേഹത്തിന് ഹ്യൂമറസ് ആയിട്ടുള്ള വർക്ക്സ് വരില്ല, പിന്നെ കുറച്ച് പാഷനേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എന്താണ് ഡ്രാമാറ്റിക് പവർ ഉണ്ടായിരുന്നില്ല. ദ എക്സ്കർഷൻ വാസ് ഫുൾ ഓഫ് മോറലൈസിങ് ആൻഡ് ഡൾ പ്രോസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദ എക്സ്കർഷൻ എന്ന് പറഞ്ഞ വർക്ക് ഒരു മോറലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡള്ളായിട്ടുള്ള പ്രോസ് ആയിരുന്നു. ബട്ട് ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദിസ് പോയട്രി കംപ്രൈസസ് ദ ഫൈനസ്റ്റ് ട്രഷേഴ്സ് ഇൻ ഇംഗ്ലീഷ് പോയട്രി. പക്ഷേ എന്താണ് നമ്മൾ ഇംഗ്ലീഷ് പോയട്രിയുടെ ഒരു ട്രഷർ എന്ന രീതിയിൽ നമുക്ക് ദ എക്സ്കർഷൻ എന്നുള്ള ഒരു പോയത്തിന് ആ ഒരു വർക്കിനെ നമുക്ക് പറയാം. ഇനി സാമുവൽ ടൈലർ കോളറിഡ്ജ് ആണ് 1772 to 1834. Coleridge is Wordsworth's friend. He was born at Christ's Hospital when the Bastille fell. He appreciated the revolution in his youthful verses. He was educated at Cambridge. He always was suffering from ill health and anxiety of debts. കോളറിഡ്ജ് എന്ന് പറയുന്നത് വേർഡ്സ്വർത്തിൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹം ജനിച്ചത് ക്രൈസ്റ്റ് ഹോസ്പിറ്റലിലാണ്. അപ്പം അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറുപ്പകാലത്തുണ്ടായിരുന്ന വേഴ്സസ് കവിതകളിലൂടെ അദ്ദേഹത്തിനെ എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട്. അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ക്യാംബ്രിഡ്ജിലാണ്. അദ്ദേഹത്തിന് വളരെ എല്ലാ സമയത്തും ഇങ്ങനെ ഇൽ ഹെൽത്തും അതുപോലെ തന്നെ കടം മൂലം ഉണ്ടായിരുന്ന ആൻസൈറ്റിയൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ബാധിച്ചിരുന്നു. ഹി റോട്ട് റിലീജിയസ് മ്യൂസിങ്സ്, ഡെസ്റ്റിനി ഓഫ് നേഷൻസ്, ഓർ ടു ഡിപ്പാർട്ടിങ് ഇയേഴ്സ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ റിലീജിയസ് മ്യൂസിങ്സ്, ഡെസ്റ്റിനി ഓഫ് നേഷൻ, ഓർ ടു ഡിപ്പാർട്ടിങ്, ഇതൊക്കെ അദ്ദേഹം എഴുതിയ വർക്ക്സാണ്. ബട്ട് സൂൺ ഹി ചേഞ്ച്ഡ് ഹിസ് തോട്ട് ഇൻ ഫ്രാൻസ് ആൻഡ് ഓർ ഹി ആലീഡ് ഹിംസെൽഫ് വിത്ത് എ കൺസർവേറ്റീവ് കോസ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയൊക്കെ മാറി. അപ്പം അദ്ദേഹം അതിനോടനുബന്ധിച്ച് തന്നെ യാഥാസ്ഥികമായിട്ടുള്ള വർക്ക്സാണ് എഴുതിയിരുന്നത്. His life mostly was filled with aimless wanderings, plans made and left out failures. ഒരു ലക്ഷ്യമില്ലാത്ത അലച്ചിൽ, അതുപോലെ തന്നെ പ്ലാനുകൾ, അത് പിന്നീട് നടക്കാതെ പോവുക, അങ്ങനെയൊക്കെയായിരുന്നു. എ മാൻ ഓഫ് ഗ്രേറ്റ് ജീനിയസ്, ഹി ലാക്ഡ് ഇൻ വിൽ പവർ ആൻഡ് അഡിക്റ്റഡ് ടു ഓപ്പിയം. അപ്പം ഒരു ജീനിയസ് ആയിരുന്നു അദ്ദേഹം, പക്ഷേ ഒരു വിൽ പവർ ഇല്ലാത്ത ഒരാളായിരുന്നു. ഈ മയക്കുമരുന്നിനൊക്കെ അഡിക്റ്റ് ആയിരുന്നു അദ്ദേഹം. The divinely gifted Coleridge shambled through life dreaming great work but never written any. അപ്പോൾ അദ്ദേഹം എന്താ പറയുക, ഒരുപാട് കഴിവുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു, എന്താണ് ഗ്രേറ്റ് ആയിട്ടുള്ളൊരു വർക്ക് എഴുതണം, പക്ഷേ അങ്ങനെ ഒരെണ്ണം അദ്ദേഹം എഴുതിയില്ല. ദ വർക്ക്സ് ഓഫ് ഹിം ആർ ഫ്രാഗ്മെൻ്ററി. അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ വളരെ മീൻസ് എന്താണ് അപൂർണമായിരുന്നു. യെറ്റ് കോംപ്രമൈസ് ഓഫ് തിയോളജി, ഫിലോസഫി ആൻഡ് ലിറ്റററി ക്രിറ്റിസിസം. The best Coleridge's poetry is small but of rare excellence. His personal poems like Dejection and Ode and Work Without Hope have pathetic interest, tragedy of ineffectiveness which made up his life. His masterpieces, The Ancient Mariner and Christopher, represents the elements. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയട്രി എന്ന് പറയുന്നത് എക്സലൻസ് കുറവായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പോയംസ് ആയിട്ടുള്ള ഡിജക്ഷൻ ആൻഡ് ഓഡ്, വർക്ക് വിത്തൗട്ട് ഹോപ്പ് ഒക്കെ എന്താണ് ഒരു പാത്തറ്റിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രാജിക് ഇന്നഫ്റ്റീവ്നെസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി വാൾട്ടർ സ്കോട്ടാണ് 1771 to 1832. He was an influential interpreter of Romanticism. He worked hard for the revival of romantic past. Scott was born in Edinburgh in 1771. In his younger years, the stories of Borden battles thrilled him. By chance, at the age of 13, he read Percy's Reliquis, which aroused a passionate interest in ancient ballads. While practicing law, he went for vacations to Highlands, where he gathered rich stores of material for future use.
അപ്പം അദ്ദേഹം ഒരു ഇൻഫ്ലുവൻഷ്യൽ ഇൻ്റർപ്രറ്റർ ഓഫ് റൊമാൻറ്റിസിസം എന്നാണ് പറയുന്നത്. അപ്പം ഈ റൊമാൻറ്റിക് പാസ്റ്റിൻ്റെ ഒരു പുനരുജ്ജീവനത്തിനായിട്ട് അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജനിച്ചത് 1771 എഡിൻബർഗിലാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ഇങ്ങനെ ബോർഡൻ ബാറ്റിൽസിനുള്ള സ്റ്റോറീസൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ത്രിൽഡ് ആയിരുന്നു. മീൻസ് അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ത്രില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 13-ാം വയസ്സിൽ അദ്ദേഹം പാഴ്സിയുടെ റെലൻക്യൂസ് വായിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആൻഷ്യൻ ബലാഡ്സ്, ആൻഷ്യൻ കവിതകളോടൊക്കെ ഒരു താല്പര്യം വന്നു. അപ്പോൾ ലോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വെക്കേഷനിൽ അദ്ദേഹം ഐലാൻഡിൽ പോകുമായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങനെ റിച്ച് സ്റ്റോറീസ് ഗ്യാദർ ചെയ്തു എന്നാണ് പറയുന്നത്, ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട്. ബോൺ ടോറി ഹു സിംപതൈസ്ഡ് ഫെൻഡൽ ആൻഡ് chivalrous order, he had little affection for the revolution. He got interested in German ballads and translated them into English. He published many ballads like The Minstrelsy of Scottish Border, The Lady of Last Minstrel and Lay. He also brought out romances like Marmion, Lady of the Lake and Rokeby with his Waverley. He entered into a more brilliant career as a romantic novelist. അപ്പോൾ ജന്മന അദ്ദേഹം ഒരു ടോറീസിനെ അനുകൂലിക്കുന്ന ഒരാളായിരുന്നു. അപ്പം അദ്ദേഹം ഒരു വിപ്ലവത്തിനോട് ഒരു ചെറിയൊരു അഫെക്ഷനേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന് ജർമ്മൻ ബാലാഡ്സ്, ജർമ്മൻ കവിതകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് ബാലാഡ്സ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുന്നത് ദ മിൻസ്ട്രൽസി ഓഫ് സ്കോട്ടിഷ് ബോർഡർ. അപ്പം ഈ സ്കോട്ടിഷ് ബോർഡറിലുള്ള ഗായക സംഘം, അതുപോലെ തന്നെ ലേഡി ലാസ്റ്റ് മിൻസ്ട്രൽ ആൻഡ് ഡേ, ഇതൊക്കെ ഇങ്ങനെയുള്ള ബലാഡ്സൊക്കെ ആയിരുന്നു അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ റൊമാൻസസും അതുപോലെ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. മാർമിയൻ, ലേഡി ഓഫ് ലേക്ക്, റോക്കി ഇങ്ങനെയുള്ളതൊക്കെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വേവർലിയിൽ ഈ റൊമാൻറ്റിക് നോവലിസ്റ്റ് എന്നുള്ള ബ്രില്യൻ കരിയറിലേക്ക് അദ്ദേഹം എത്തി വേവർലി എന്നുള്ള വർക്കിലൂടെ എന്നാണ് പറയുന്നത്. In his poetry, Scott rejected the classic epic model and took up the model of romantic tales in verse. His style is vigorous, free and rapid. The bold treatment of landscape, he is a master. He has no mystical or spiritual quality of Wordsworth and Coleridge. He carries no weight of thought. അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ സ്കോട്ട് ഈ ക്ലാസിക് എപ്പിക്കൽ മോഡലൊക്കെ റിജക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ റൊമാൻറ്റിക് ടേൽസ് ഇൻ വേഴ്സ് എന്ന മോഡലാണ് സ്വീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് വിഗറസും ഫ്രീയും അതുപോലെ തന്നെ റാപ്പിഡ്, പെട്ടെന്നുള്ളതുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലാൻഡ്സ്കേപ്പിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം ഒരു മാസ്റ്ററായിരുന്നു. പിന്നെ മിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ക്വാളിറ്റി ഒന്നുമില്ല വേർഡ്സ്വർത്തിൻ്റെയും കോളറിജിൻ്റെയും പോലെ. അതുപോലെ തന്നെ ഒരു നോ വെയിറ്റ് ഓഫ് തോട്ട്, അങ്ങനെയുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ദ കണ്ടംപററീസ് ഓഫ് വേർഡ്സ്വർത്ത്, വില്യം ലെസ്ലി ബൗൾസ്. Contemporaries of Wordsworth, William Leslie Bowles. Little is known about Bowles. His sonnets had the growth of love of nature in poetry in the years preceding the lyrical ballads. നമുക്ക് ബൗൾസിനെ കുറിച്ച് കുറച്ചേ അറിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ സോണറ്റ്സ് എന്താണ്, ഒരു ലവ് ഓഫ് നേച്ചർ ഇൻ പോയട്രി കാണിക്കുന്ന ഒന്നാണ്. മീൻസ് ലിറിക്കൽ ബാലാഡ്സിൻ്റെ തുടർച്ചയായിട്ടൊക്കെ പറയാം. സാമുവൽ റോജേഴ്സ്. Rogers was a successful banker as well as a poet, which is a rare combination. He was not influenced by the revolution. His Pleasures of Memory was written in the orthodox closed couplet and Augustan style. His guidebook poem Italy was in blank verse. Rogers was a poet of the past, not possessing the strength to initiate a reaction. അപ്പോൾ റോജേഴ്സ് ഒരു സക്സസ്ഫുൾ ബാങ്കറും അതുപോലെ തന്നെ ഒരു പോയറ്റായിരുന്നു. ഇതൊരു റെയർ കോമ്പിനേഷനായിട്ട് നമുക്ക് പറയാം. വിപ്ലവം അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്ലഷേഴ്സ് ഓഫ് മെമ്മറി എഴുതിയിട്ടുള്ളത് ഓർത്തഡോക്സ് ക്ലോസ്ഡ് കപ്ലെറ്റിലും ഒഗസ്റ്റൻ സ്റ്റൈലിലുമാണ്. അദ്ദേഹത്തിൻ്റെ ഗൈഡ് ബുക്ക് പോയമായിട്ടുള്ള ഇറ്റലി ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു പാസ്റ്റിലെ പോയറ്റ് എന്ന് പറയാം. ഒരു റിയാക്ഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള സ്ട്രെങ്ത് ഒന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു.
James Hogg. He was nicknamed the Eric Shepherd. He wrote much prose and verse. Some of his ballads are popular in Scottish vernacular literature. His longer poems, Kilmeny and The Queen's Wake, have fancy and power. He is the truest poet from Scottish peasantry. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നിക്ക് നെയിം എന്ന് പറയുന്നത് എറിക് ഷെപ്പേർഡ് എന്നാണ്, ജെയിംസ് ഹോഗിൻ്റെ നിക്ക് നെയിം, ഓമന പേര് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് പ്രോസും വേഴ്സും ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ബലാഡ്സ് ഇങ്ങനെ സ്കോട്ടിഷ് വെർനാക്കുലർ ലിറ്ററേച്ചറിലൊക്കെ വളരെ പോപ്പുലറാണ്. അദ്ദേഹത്തിൻ്റെ ലോങ്ങർ പോയമായിട്ടുള്ള കിൽമെനി അതുപോലെ ക്യൂൻസ് വെയ്ക്കിനൊക്കെ എന്തൊരു പവർ, ഫാൻസി ഒരു പവർ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒരു സ്കോട്ടിഷ് കർഷകർക്കിടയിൽ ഒരു ട്രൂവസ്റ്റ് പോയറ്റ് എന്ന നിലയിലാണ് ജെയിംസ് ഹോഗ് അറിയപ്പെടുന്നത്. Robert Southey. Like Wordsworth and Coleridge, he fell into the influence of revolution. Wordsworthine കോളറിജിൻ്റെ പോലെ വിപ്ലവം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പോയറ്റാണ് റോബർട്ട് സൗദേ. He gave a vent of his violent radical ideas into his works like Joan of Arc, an epic, Way Tyler, a drama and a number of minor poems. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു വയലൻറ്റ് റാഡിക്കൽ ഐഡിയാസൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ആയിട്ടുള്ള ജോവൻ ഓഫ് ആർക്ക്, എപ്പിക്, വേ ടൈലർ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രാമാസിലും മൈനർ പോയസിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഹി ബിക്കെയിം എ ടോറി ഓഫ് ദ ടാരീസ്. അതുപോലെ തന്നെ ഹി വാസ് എ പ്രൊഡിഗസ് ഇൻഡസ്ട്രി ഇൻ പ്രോസസ്സിങ് വേഴ്സ് ആൻഡ് പ്രോസ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അതിഗംഭീരമായിട്ടുള്ള പ്രോസ് ആൻഡ് വേഴ്സ് വർക്ക്സ് എഴുതുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോയംസ് എന്ന് പറയുന്നത് 800 പേജൊക്കെ ഉള്ള വോളിയംസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. His famous lyrics are After Blenheim, The Holy Tree and the Scholar, A Vision of Judgment is an Elegy Georgial. The other famous poems of him are Madoc, Thalaba the Destroyer, Roderick and the Curse of Kenna. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് ലിറിക്സ് പറയുന്നത് ആഫ്റ്റർ ബ്ലെൻഡിങ്, ഹോളി ട്രീയും സ്കോളറും ആയിരുന്നു. പിന്നെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിഷൻ ആണ് എലോജി ജോർജൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് പോയംസ് ആണ് മാഡോക്ക്, തലബ, ദ ഡിസ്ട്രോയർ, റോഡ്രിക്ക്, കേഴ്സ് ഓഫ് കെൻമ എന്നൊക്കെ പറയുന്നത്. വാൾട്ടർ സാവേജ് ലാൻഡർ. He wrote poetry throughout his life but never became popular. അദ്ദേഹം പോയട്രി അദ്ദേഹത്തിൻ്റെ ലൈഫിലുടനീളം എഴുതിയത്, പക്ഷേ പോപ്പുലർ ആയിട്ടില്ല. He adopted classical writing of Greek origin. അപ്പോൾ ഗ്രീക്ക് ഒറിജിനുള്ള ക്ലാസിക്കൽ റൈറ്റിംഗ് ആയിരുന്നു അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിരുന്നത്. He always lived in the past without learning from the experience. എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കാതെ എപ്പോഴും പാസ്റ്റിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് ഗേബിയറും ഹെലനിക്സും. ഇനി തോമസ് ക്യാമ്പലാണ്. His earlier works showed signs of rupture with the Augustan tradition. Pleasures of Hope and Theodoric fell under the category. Later, Gertrude of Wyoming and shorter poems like Lochiel, Lord Allen's Daughter, The Last Man showed new poetical influences. His lyrics, Ye Mariners of England, Hohenlinden and the Battle of the Baltic rank among the best things of the kind in language. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏർലിയ വർക്ക്സ്, നമ്മുടെ തോമസ് ക്യാമ്പലിൻ്റെ ഏർലിയ വർക്ക്സ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഓഗസ്റ്റൻ ട്രഡീഷൻ ഒരു പിളർപ്പായിട്ട് കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഹോപ്പ് അതുപോലെ തന്നെ തിയോഡറിക് എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ജെർട്രൂഡ് ഓഫ് വ്യോമിങ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് പോയിംസ് ആയിട്ടുള്ള ലോക്കയിൽ, ലോർഡ് അലൻസ് ഡോക്ടർ, ഇതൊക്കെ ലാസ്റ്റ് മാൻ, അതൊക്കെ എന്താണ് ഒരു പുതിയ പോയറ്റിക്കൽ ഇൻഫ്ലുവൻസസിനെ കാണിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ലിറിക്സ് എ മറൈനേഴ്സ് ഓഫ് ഇംഗ്ലണ്ട്, ഹോൾഹെൻലിഡൻ ആൻഡ് ദ ബാറ്റിൽ ഓഫ് ബാൽറ്റിക് റാങ്ക്, അതെന്താണ് അങ്ങനെയുള്ള ലാംഗ്വേജിൽ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള വർക്ക്സാണ് അത്. ഇനി തോമസ് മൂറാണ്. ഹിസ് ലാല റൂക്ക് ആൻ ഓറിയൻ്റൽ ടെയിൽ ഈസ് the most attractive poem to the general readers. His masterpiece is Irish Melodies. അപ്പോൾ തോമസ് മൂറിൻ്റെ ലാല റൂക്ക് എന്ന് പറയുന്നത് ഒരു ഓറിയൻ്റൽ ടെയിലാണ്. അപ്പം ജനറൽ ആയിട്ടുള്ള റീഡേഴ്സിൻ്റെ ഇടയിൽ അത് അട്രാക്റ്റീവ് പോയാണത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് വരുന്നത് ഐറിഷ് മെലഡീസ് ആണ്. The younger poets. The close of the French Revolution did not wipe away completely the revolutionary movement. ഫ്രഞ്ച് റെവല്യൂഷൻ്റെ അവസാനം എന്ന് പറയുന്നത് എന്താണ്, വിപ്ലവത്തിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ടില്ല.
There was cynicism about the explorer, idealism, disappointment and aimless unrest. അപ്പം എന്താ പറയുക, അതിൽ എന്താ പറയുക, ഒരു ഇതിലൊക്കെ എല്ലാം ഇങ്ങനെ ഐഡിയലിസത്തിലും ഡിസപ്പോയിൻമെൻറ്റ് മീൻസ് ഇവിടെ ഒരു എന്താ കുറ്റം കണ്ടുപിടിക്കുന്നത് അങ്ങനത്തെ തരത്തിലുള്ള ഒരു പ്രവണത, ഒരു എന്താ ലക്ഷ്യമില്ലാത്തൊരു അശാന്തി അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റൊക്കെ അതിനുശേഷം ഉണ്ടായിരുന്നു. This condition pressed heavily English poets who were born into the later revolutionary age. ഇത് ഇംഗ്ലീഷ് പോയറ്റ്സിന് ഒരുപാട് ബാധിച്ചിട്ടുണ്ട് പിന്നീട് ലേറ്റർ റെവല്യൂഷണറി ഏജിൽ വന്ന ഇംഗ്ലീഷ് റൈറ്റേഴ്സിന്, പോയറ്റ്സിന്. But the air of revolution was still breathed by the three chief poets of younger revolutionary group, Byron, Shelley and Keats. പക്ഷേ ഈ ഒരു വിപ്ലവം 3 പോയറ്റ്സിൻ്റെ ഇടയിൽ കാണാമായിരുന്നു. ബൈറൺ, ഷെല്ലി, കീറ്റ്സ് ഇങ്ങനെയുള്ള എഴുത്തുകാരുടെ ഇടയിൽ കാണാമായിരുന്നു. ജോർജ് ഗോർഡൺ ലോർഡ് ബൈറൺ, 1780 to 1824. He is the eldest of the three. He expressed the spirit of rebellion, at once comprehensive, passionate and impotent, which was one of the features of his time. His life was an example of this feature. He was born in 1788, inheriting irritable and volcanic character from his parents. As a boy, he published Hours of Idleness, which was attached by the Edinburgh Review. He replied to his attack in his satire, English Bards and Scores Reviewers. After a tour, he wrote 2 cantos of Childe Harold Pilgrimage. His popular romances in verse are the Giaour, the Bride of Abydos, the Sage of Corinth and the Corsair. He married and was separated from his wife within a year. In these years of exile in the continent, he brought out Manfred III and 4th cantos of Childe Harold and the unfinished John Duan. In the end, he became desperate of poetry and himself and fought for the freedom of Greece against the Turks. അപ്പം ഈ 3 പോയറ്റ്സിലും ഏറ്റവും മുതിർന്ന ആളാണ് ബൈറൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു കലാപത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് വളരെ വ്യാപകമായും വളരെ വികാര തീവ്രമായ രീതിയിലും അദ്ദേഹം എന്താണ് ആ ഒരു കാലത്തെ ഫീച്ചേഴ്സായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഹിസ് ലൈഫ് വാസ് എൻ എക്സാമ്പിൾ ഓഫ് ദിസ് ഫീച്ചർ. അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. അദ്ദേഹം ജനിച്ചത് 1788 ഈ എന്താ പറയുക, ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പാരൻസിൻ്റെ തന്നെ ഒരു വോൾക്കാനിക് ക്യാരക്ടർ. വോൾക്കാനിക് എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരുന്ന തരത്തിലുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കാണ് ഹവേഴ്സ് ഓഫ് ഐഡിൽനെസ്. ഒരു എഡിൻബർഗ് റിവ്യൂവിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു. പിന്നീട് ഇതിന് അദ്ദേഹം ഒരു സറ്റയറിലൂടെ അദ്ദേഹം തിരിച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് ബാഡ്സ് സ്കോട്ട് റിവ്യൂവേഴ്സിനും എതിരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൂറിന് ശേഷം അദ്ദേഹം 2 cantos ഓഫ് ചൈൽഡ് ഹെറോൾഡ് പിൽഗ്രിമേജ് എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പോപ്പുലർ റൊമാൻസ് വേഴ്സസ് ആണ് ദ ജിയാവോർ, ബ്രൈഡ് ഓഫ് അബഡീസ്, സേജ് ഓഫ് കോറിന്തും കോസൈറും. പിന്നെ അദ്ദേഹം മാരി ചെയ്ത 1 വർഷത്തിനുള്ളിൽ തന്നെ സെപ്പറേറ്റഡ് ആയി. പിന്നെ അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, നാട് കടത്തപ്പെട്ട സമയത്താണ് അദ്ദേഹം മാൻഫ്രെഡിലേക്ക് എത്തി. പിന്നെ അവിടെ നിന്നാണ് അദ്ദേഹം 3rd, 4th canto ഓഫ് ചൈൽഡ് ഹെറോൾഡ് പിൽഗ്രിമേജ് എഴുതിയത്. പിന്നെ അതുപോലെ തന്നെ ഫിനിഷ്ഡ് അല്ലാത്ത അദ്ദേഹത്തിൻ്റെ വർക്ക് ജോൺ ജുവാനും എഴുതിയത്. അവസാനം അദ്ദേഹം പോയട്രി എഴുതുന്നതിൽ ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലെത്തി. അപ്പോൾ സ്വാതന്ത്ര്യത്തിനായിട്ട്, ഗ്രീസിൻ്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് അദ്ദേഹം ടർക്സിനെതിരെ ഫൈറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. Byron wrote voluminous works which include lyrics, satires, narrative poems, regular tragedies and dramatic poems. Byron was an ardent egoist. As a critic and theorist, he admired Augustine's school, praised Pope, cared little for Wordsworth and Coleridge, and compared the poetry of 18th century with a Greek temple and a barbarous Turkish mosque. He was often noisy and declamatory than poetical. He dealt with the wilder aspects of nature. Byronism denotes the spirit of gloom, satiety and unrest. He represented the destructive side of the revolutionary movement. He had no belief in older order. At the same time, he did not propose anything new except
blank negation. He loved liberty in the terms of individualism. ബൈറൺ ഒരുപാട് സമൃദ്ധമായിട്ട് എഴുതിയിരുന്ന ഒരുപാട് പാർട്സ് ഓഫ് വർക്ക്സ് എഴുതിയിട്ടുണ്ട്. ലിറിക്സ്, സറ്റയേഴ്സ്, നറേറ്റീവ് പോയംസ്, അതുപോലെ ട്രാജഡീസ്, ഡ്രാമാറ്റിക് പോയംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു എന്താ പറയുക, ഭയങ്കര സെൽഫിഷായിട്ടുള്ള ഒരാളായിരുന്നു. ഒരു ക്രിട്ടിക്കും തിയറിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അഗസ്റ്റൻ സ്കൂളിനോടായിരുന്നു കൂടുതൽ ആരാധന. അദ്ദേഹം പോപ്പിനെ പ്രൈസ് ചെയ്തിരുന്നു. അതുപോലെ വേർഡ്സ്വർത്തിനെയും കോളറിഡ്ജിനെയൊന്നും അദ്ദേഹം കൂടുതലായിട്ട് കെയർ ചെയ്തിട്ടില്ലായിരുന്നു. 18th സെഞ്ച്വറിയിലെ ഗ്രീക്ക് ടെമ്പിളും ബാർബറസ് ടെർഷ്യറി മോസ്കും ആയിട്ടും അദ്ദേഹം ഇതിന് വേർഡ്സ്വർത്തിനെയും കോളറിഡ്ജിനെയും ഒക്കെ മീൻസ് പോയട്രീനെ കമ്പയർ ചെയ്തിരുന്നു. ഒരു നോയ്സി ആയിട്ടുള്ള ഭയങ്കര വാചാലത്വം നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. വൈൽഡ് ആസ്പെക്ട്സ് ഓഫ് നേച്ചർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തീംസ് വന്നിരുന്നത്. പിന്നെ ബൈറണിസം എന്താണ്, ഒരു എന്താ പറയുക, ഒരു സംതൃപ്തിയും അതേപോലെ തന്നെ ഒരു അശാന്തിയും ഒക്കെ കാണിച്ചിരുന്നു. മീൻസ് ഇരുട്ട് നിറഞ്ഞൊരു സംതൃപ്തി എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ റെവല്യൂഷണറി മൂവ്മെൻറ്റ് ഡിസ്ട്രക്റ്റീവ് സൈഡാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഓൾഡ് ഓർഡറിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ എനിത്തിങ് ന്യൂ എക്സെപ്റ്റ് ബ്ലാങ്ക് നെഗേഷൻ. ഹി ലവ് ലിബർട്ടി. അദ്ദേഹം ലിബർട്ടിനോടാണ് അദ്ദേഹത്തിന് താല്പര്യം. പിന്നെ പേഴ്സി ബഷ് ഷെല്ലി. He was born in 1792 and educated at Oxford. He was the greatest interpreter of revolutionary idealism. He was nicknamed the Mad Shelley at Eton. He published a pamphlet on the necessity of atheism. He indulged in an ill-advised marriage with a schoolgirl. After the tragic death of his wife, he married Mary, who became the intellectual companion in all his troubles arising from quarrels with relatives, lawsuits on his property and children, and his fragile health. Mary stood by him. അദ്ദേഹം ജനിച്ചത് 1792 ആണ്. എഡ്യൂക്കേറ്റഡ് ആയത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് ഓക്സ്ഫോർഡിലാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വിപ്ലവാത്മകമായിട്ടുള്ളൊരു ആദർശവാദത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിക്ക് നെയിം എന്ന് പറയുന്നത് മാഡ് ഷെല്ലി എന്നായിരുന്നു. അദ്ദേഹം ഒരു ലഘുലേഖം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നെസസിറ്റി ഓഫ് എത്തീസത്തിന് ബേസ് ചെയ്തിട്ട്. പിന്നെ അദ്ദേഹം കൂടുതലായിട്ട് മീൻസ് അദ്ദേഹം ഒരു ഇൽ അഡ്വൈസ്ഡ് മാരേജ് മീൻസ് ഒരു സ്കൂൾ ഗേളുമായിട്ടുള്ളൊരു മാരേജ്, അതിനുശേഷം അവരുടെ മരണം അദ്ദേഹത്തെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം മേരീനെ കല്യാണം കഴിച്ചത്. അവർ ബുദ്ധിപരമായിട്ടും എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു കമ്പാനിയനായിരുന്നു. അയാളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും റിലേറ്റീവ്സുമായിട്ടുള്ള പ്രോബ്ലം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ, പ്രോപ്പർട്ടി, ചിൽഡ്രൻ, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും സുഖമില്ലാതിരുന്ന സമയത്തും എല്ലാം അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള മേരി. 2 poems of Shelley do not come under any category. One is Adonis, an elegy of the death of Keats, and other is Sensi, a romantic drama. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പോയംസ് ഒരു കാറ്റഗറിയുടെ അണ്ടറിലും വരാത്ത 2 പോയംസ് ഉണ്ട്. ഒന്ന് അഡോണിസ് ആണ്. അത് കീറ്റ്സിൻ്റെ മരണത്തിന് ബേസ് ചെയ്തിട്ട് എഴുതിയ ഒരു എലിജിയാണ്. എലിജി എന്ന് പറഞ്ഞാൽ വിലാപകാവ്യം എന്നൊക്കെ പറയും. ഒരാളുടെ മരണശേഷം അയാളെക്കുറിച്ച് എഴുതുന്ന ഒരു കവിത. അതുപോലെ തന്നെ സെൻസി, അതൊരു റൊമാൻറ്റിക് ഡ്രാമയാണ്. Apart from this, Shelley's poems fall into 2 kinds. One is his personal poems and other impersonal poems. ഈ 2 പോയിൻറ്റ്സ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ള പോയിൻറ്റ്സ് 2 കാറ്റഗറിയിലാണ് വരുന്നത്. ഒന്ന് പേഴ്സണൽ പോയിൻറ്റ്സും മറ്റൊന്ന് പേഴ്സണൽ അല്ലാത്ത പോയിൻറ്റ്സും. The skylark, the cloud, the sensitive plan, ode to the west wind and rabbit fall under the first kind. ഫസ്റ്റ് സെക്ഷനിൽ പേഴ്സണൽ പോയിൻറ്റ്സിൻ്റെ അണ്ടറിലാണ് ഈ വർക്ക്സ് ഒക്കെ വരുന്നത്. In these poems he showed his lyric genius. His moods, thoughts, impressions and emotions embodied themselves naturally in verse. The revolt of Islam, Q and Mab fall under the second kind. റിവോൾട്ട് ഓഫ് ഇസ്ലാം അതുപോലെ തന്നെ ക്യൂ ആൻഡ് മാബ് ഒക്കെ എന്താണ് ഇംപേഴ്സണൽ പോയിൻറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. he considered poetry as his mission to become the inspirer of guide of men. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയട്രി എന്ന് പറയുന്നത് മനുഷ്യനെ ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു ഗൈഡായിട്ടാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നത്. The fullest and finest expression of Shelley's faith and hope was found in lyric drama Prometheus Unbound. അദ്ദേഹത്തിൻ്റെ ഫുള്ളസ്റ്റ് ഫൈനസ്റ്റ് എക്സ്പ്രഷൻ നമുക്ക് കാണാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫെയ്ത്ത്, ഹോപ്പൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ലിറിക് ഡ്രാമയായിട്ടുള്ള പ്രൊമത്തിയസ് അൺബൗണ്ടിലാണ്. ബേസ്ഡ് ഓൺ ഗ്രീക്ക് myth, the Titan represents mankind in struggle against despotism. അപ്പം ഈ ഒരു
ഗ്രീക്ക് മിത്ത് അനുസരിച്ച് ടൈറ്റൻ എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യൻ്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള ഒരു സ്ട്രഗിൾ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ജോൺ കീറ്റ്സ് ആണ്. The youngest of the later revolutionary group is Keats. He was neither a rebel nor a dreamer. Keats had the impure artistic nature. He considered poetry not as a vehicle of philosophy, religion or socio-political theory, but the incarnation of beauty. അപ്പോൾ ഒരു യങ്ങസ്റ്റാണ്, എല്ലാവരെക്കാളും യങ്ങസ്റ്റ് ആയിട്ടുള്ള പോയറ്റാണ് കീറ്റ്സ് എന്ന് പറയുന്നത്. വിപ്ലവകാരിയായിട്ടുള്ളൊരു പോയറ്റ്. അപ്പോൾ അദ്ദേഹം ഒരു എന്താ പറയുക, റിബല്ലോ അല്ലെങ്കിൽ ഒരു ഡ്രീമറോ അല്ലായിരുന്നു. ഒരു ആർട്ടിസ്റ്റിക് നേച്ചറായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം പോയട്രീനെ കൺസിഡർ ചെയ്തിരുന്ന ഒരു ഫിലോസഫിയുടെയും റിലീജിയൻ്റെയും സോഷ്യോ പൊളിറ്റിക്കൽ തിയറിയുടെയൊക്കെ ഒരു വെഹിക്കിളായിട്ടാണ്, ബ്യൂട്ടിയുടെ ഒരു അവതാരമായിട്ട്. Keats was born in London and educated at a private school. അദ്ദേഹം ലണ്ടനിലാണ് ജനിച്ചത്. എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൈവറ്റ് സ്കൂളിലാണ്. അറ്റ് ഏജ് ഓഫ് 15 he was apprenticed to a surgeon. അപ്പോൾ 15ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, ഒരു സർജൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. His famous opening line of Endymion, "A thing of beauty is a joy forever," became his philosophy. അദ്ദേഹത്തിൻ്റെ എൻഡിമിയനിലെ ഓപ്പണിംഗ് ലൈനായില്ല "എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ" എന്നുള്ളത്, അതാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത്. As a modern world seemed to him hard, cold and prosaic, he often sought an imaginative escape into the past of Greek mythology. അപ്പോൾ മോഡേൺ വേൾഡ് അദ്ദേഹത്തിന് വളരെ ഹാർഡും കോൾഡും പ്രൊസൈക്കും ആയിട്ട് തോന്നിയപ്പോൾ അദ്ദേഹം ഒരു ഇമാജിനേറ്റീവ് എസ്കേപ്പ് നടത്തി ഗ്രീക്ക് മിത്തോളജിയിലേക്ക്. This can be seen in Endymion, Lamia, Hyperon, Eve of St. Agnes, Isabella, Labella, Dames, Sans Mercy. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എന്താ പറയുക, ആ ഒരു എസ്കേപ്പ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ആയിട്ടുള്ള എൻഡിമിയൻ, ലാമിയ, ഹൈപ്പറിയൻ, ഈവ് ഓഫ് സെൻറ്റ് ആഗ്നസ്, ഇസബെല്ല, ലാബെല്ല, ഡെയിംസ് ആൻഡ് മേഴ്സി എന്നുള്ള വർക്ക്സിലൊക്കെ കാണാൻ കഴിയും. ഹിസ് ജീനിയസ് വാസ് റൈപ്പനിങ് സ്റ്റഡിലി അറ്റ് ദ ടൈം ഓഫ് ഹിസ് പ്രീമച്വർ ഡെത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീനിയസ് വളരെ പാകമായി വരുന്ന കാലത്താണ്, വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മരിക്കുന്നത്. ഹിസ് ആർട്ടിസ്റ്റിക് ഗ്രോത്ത് ഇസ് വെൽ എക്സ്പ്രസ്ഡ് ഇൻ ഓഡ്സ് ടു ഓട്ടം, ടു എ നൈറ്റാങ്കിൾ, ഓൺ എ ഗ്രേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റിക് ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. ഓഡ് ടു ഓട്ടം, ഓഡ് ടു നൈറ്റിംഗിൾ, ഓഡ് ഓൺ എ ഗ്രേഷൻ എന്നുള്ള വർക്ക്സിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായ കവിതകളാണ് അതൊക്കെ. He represented the exhaustion impulses of society and its enthusiasm of revolution. His poetry broke away from the interest of contemporary life, returned to the past and devoted itself to the service of beauty. He influenced the poets of succeeding generation. അപ്പോൾ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു പ്രചോദനം അല്ലെങ്കിൽ ആ ഒരു എന്തൂസിയാസം, ആവേശം ഒക്കെ നമുക്ക് അത് കാണാനായിട്ട് കഴിയുന്നു. കണ്ടംപററി ലൈഫിലേക്കുള്ളൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പോയട്രി പോയത്. പിന്നെ പാസ്റ്റിലേക്കുള്ള തിരിച്ചുപോക്ക്, അതുപോലെ തന്നെ ഒരു സർവീസ് ഓഫ് ബ്യൂട്ടി. ഇപ്പോൾ പിന്നീട് വന്ന ജനറേഷനിലുള്ള പോയറ്റ്സിനൊക്കെ അദ്ദേഹം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. The other poets of the later revolutionary age. Among the poets of this time, James Henry Leigh Hunt was important because of his close relationship with Shelley and Keats. He wrote Story of Rimini. Tom Hood was another poet who throughout his life had a struggle against poverty and ill health. He wrote ballads and lyrics like The Dream of Eugene Aram, The Song of the Shirt, The Bridge of Sighs, Fair Ines, Silence and a Haunted House. There were other poets who contributed their works to the spirit of time. R. Mackworth Praed, Richard Harris Braham, Thomas Lowell Beddoes, Hemans, Letitia, Elizabeth London and John Clare. അപ്പം ഈ അതർ പോയറ്റ്സ് ഓഫ് ദാറ്റ് ടൈം എന്ന് പറയുമ്പോൾ ജെയിംസ് ഹെൻറി ലേ ഹണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയറ്റായിരുന്നു. അദ്ദേഹത്തിന് ഷെല്ലിയും കീറ്റ്സുമായിട്ടൊക്കെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് സ്റ്റോറി ഓഫ് റിമൈനി എഴുതിയിട്ടുള്ളത്. പിന്നെ ടോം ഹുഡ്, അദ്ദേഹം മറ്റൊരു പോയറ്റാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കംപ്ലീറ്റ് അദ്ദേഹം എന്താണ്, പോവർട്ടിയും ഇൽ ഹെൽത്തിനെതിരെയുള്ള സ്ട്രഗിളായിരുന്നു. അദ്ദേഹം ഒരുപാട് ബലാഡ്സും ലിറിക്സും ഒക്കെ എഴുതിയിട്ടുണ്ട്. ദ ഡ്രീം ഓഫ് യൂജീൻ ആറാം, ദ സോങ് ഓഫ് ദ ഷർട്ട്, The Bridge of Sighs, Fair Ines, Silence, The Haunted House ഒക്കെ.
പിന്നെ അത് മറ്റുള്ള പോയറ്റ്സ് എന്ന് പറയുന്നത് മാക്വർത്ത് പ്രീഡ്, റിച്ചാർഡ് ഹാരിസ് ബ്രഹാം, തോമസ് ലോവൽ ബെഡോസ്, ഹെമൻസ്, ലെറ്റീഷ്യ എലിസബത്ത് ലണ്ടൻ ആൻഡ് ജോൺ ക്ലെയർ. ഇനി വേർഡ്സ്വർത്തിൻ്റെ കാലത്തെ പ്രോസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രോസ് ഇൻ ദ ഏജ് ഓഫ് വേർഡ്സ്വർത്ത്, ഫീച്ചേഴ്സ് ഓഫ് പ്രോസ്. Modern review and magazine became an important feature in the history of literature of the age. അതുപോലെ തന്നെ പുതിയ തരത്തിലുള്ള റിവ്യൂ അതുപോലെ തന്നെ മാഗസിനൊക്കെയാണ് അന്നത്തെ ഒരു ലിറ്ററേച്ചറിൻ്റെ ഏജിലുള്ളൊരു ഹിസ്റ്ററി ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. 1802 ജെഫ്രി, in 1802 Jeffrey established Edinburgh Review. 7 years later the Quarterly was started. These were followed by two important magazines, Blackwood's Edinburgh's magazines and the London magazine in 1817. Wallam Hazlitt, D. Quincy were regular contributors. Another periodical, Fraser's, was founded in 1830. Almost all the writers of the time gave their energy to a new form of writing. This encouraged essay writing and offered a fresh field for criticism. The writers may be arranged in three groups: Edinburgh men, London men and other who comes under both the groups. അപ്പം 1802 ജെഫ്രിയാണ് എഡിൻബർഗ് റിവ്യൂ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിന് 7 വർഷത്തിന് ശേഷം ക്വാർട്ടർലി സ്റ്റാർട്ട് ചെയ്തു. ഇതൊക്കെ ഓരോ മാഗസിൻസും റിവ്യൂസും ഒക്കെയാണ്. അപ്പം അതിൽ 2 ഇമ്പോർട്ടൻറ്റ് മാഗസിൻ എന്ന് പറയുന്നത് ബ്ലാക്ക്വുഡും പിന്നെ എഡിൻബർഗ് മാഗസിനും. പിന്നെ ലണ്ടൻ മാഗസിൻ തുടങ്ങിയത് 1817 ലാമ്പും ഹാസ്ലിറ്റും അതുപോലെ ഡി ക്യുനേസിയൊക്കെ ഒരുപാട് അതിൽ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. പിന്നെയാണ് ഫ്രേസേഴ്സ് എന്നുള്ള പീരിയോഡിക്കൽസ് 1830 വന്നത്. അപ്പം എല്ലാ റൈറ്റേഴ്സും അവരുടെ മാക്സിമം ഈ ഒരു ന്യൂ ഫോം ഓഫ് റൈറ്റിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എസ്സേ റൈറ്റിംഗ് എൻകറേജ് ചെയ്തു. അതുപോലെ തന്നെ ക്രിറ്റിസിസത്തിനുള്ള ഒരു ഫ്രഷ് ഫീൽഡായിരുന്നു ഈ ഒരു മാഗസിൻസും ഒക്കെ വന്നത്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ 3 ഗ്രൂപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് എഡിൻബർഗ്, പിന്നെ ലണ്ടൻ മെൻ, പിന്നെ 2 കാറ്റഗറിയിലും വരുന്ന ഗ്രൂപ്പ്. അപ്പോൾ എഡിൻബർഗ് മെൻ എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ ആളാണ് ഫ്രാൻസിസ് ജെഫ്രി. Contribute some 200 articles to the Edinburgh and may be regarded as an influential but not a great critic. He was called arch critic by his admirers and Judge Jeffrey by his victims. He was a conservative critic. He was often brutal. He concentrated not on the subject but on form and style. അപ്പോൾ ഫ്രാൻസിസ് ജെഫ്രി ഒരു 200ഓളം ആർട്ടിക്കിൾ എഡിൻബർഗിൽ നൽകിയിട്ടുണ്ട്. അപ്പം ഇൻഫ്ലുവൻഷ്യലാണ്, പക്ഷെ ഒരു ഗ്രേറ്റ് ക്രിട്ടിക് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തിന് ആർച്ച് ക്രിട്ടിക് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിക്ടിംസ്, അദ്ദേഹം ആരൊക്കെയാണോ ക്രിട്ടിസൈസ് ചെയ്തത് അവർ അദ്ദേഹത്തിന് ജഡ്ജ് ജെഫ്രി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു യാഥാസ്ഥികനായിട്ടുള്ള ക്രിട്ടിക്കായിരുന്നു. അപ്പം ഭയങ്കര ബ്രൂട്ടലായിരുന്നു. അപ്പോൾ സബ്ജക്റ്റിനേക്കാൾ കൂടുതൽ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ ഫോമും സ്റ്റൈലും ഒക്കെ ആയിരുന്നു. ഇനി സിഡ്നി സ്മിത്ത്, a clergyman who was famous for his wits than for his literature. He wrote some 65 articles to Edinburgh. He writes deal with dead abuses and forgotten controversies for which he was little read. അപ്പോൾ സിഡ്നി സ്മിത്ത് ഒരു ക്ലർജിമാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിറ്റ്സാണ് അദ്ദേഹത്തിന് ലിറ്ററേച്ചറിൽ വളരെയധികം ഫേമസ് ആക്കിയത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു 65 ആർട്ടിക്കിൾ എഡിൻബർഗിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. ജോൺ വിൽസൺ, പിന്നീട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഡെഡ് അബ്യൂസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. മീൻസ് ഫോർഗോട്ടൻ, പിന്നെ പല മറന്നു പോയിട്ടുള്ള കോൺട്രവേഴ്സീസിനെ കുറച്ച് വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ. ജോൺ വിൽസൺ, he was a Blackwoods man. He had all at his credit enormous writing which was consisted of stories, poems, magazines, articles and articles on all sorts of subjects. He wrote 70 numbers to Blackwood in the form of dialogues, reckless humor and criticism of literature and politics. അപ്പോൾ ജോൺ വിൽസൺ ഒരു ബ്ലാക്ക്വുഡ് മാൻ ആണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ ഒരുപാട് എഴുത്തുകളുണ്ട്. സ്റ്റോറീസ്, പോയിംസ്, മാഗസിൻ, ആർട്ടിക്കിൾസ്, എല്ലാ സബ്ജക്റ്റിനും ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 70 നമ്പർ ബ്ലാക്ക്വുഡിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫോം ഓഫ് ഡയലോഗ്സ്, റെക്ലെസ് ഹ്യൂമർ, ക്രിറ്റിസിസം, ഇങ്ങനെ ലിറ്ററേച്ചർ ആൻഡ് പൊളിറ്റിക്സ് ഇതൊക്കെ വരുന്നുണ്ട് അതിൽ. പിന്നെ തോമസ് ഡി ക്യുനേസിയാണ്. ഹി വാസ്
essentially a magazinist, wrote essays of varied subjects in 17 volumes. He had glaring defects like abuse, obscenity, and pedantry. His merits are rich rhetorical style and romantic prose. His Confessions of an English Opium Eater is considered to be the finest literature of personal experience. He wrote also for London. തോമസ് ഡീക്വിനേസി എന്ന് പറയുന്ന ഒരു മാഗസിനിസ്റ്റാണ്. ഒരുപാട് എസ്സേസ്, ഒരു 17 വോളിയം ഓഫ് എസ്സേസ് പല സബ്ജക്റ്റിനും ബേസ് ചെയ്തിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡിഫക്ട്സ് എന്ന് പറയുന്നത് അബ്യൂസ്, അതുപോലെ തന്നെ അശ്ലീലമായിട്ടുള്ള എഴുതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മീൻസ് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഓരോ എഴുത്തുകളുണ്ടല്ലോ അത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മെറിറ്റ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു റിട്ടോറിക്കൽ സ്റ്റൈലും റൊമാൻറ്റിക് പ്രോസുമാണ്. വളരെ സാഹിത്യവിഷയമായിട്ടുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ റൊമാൻറ്റിക് പ്രോസ് ഒക്കെ പറയാം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇംഗ്ലീഷ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിനെ കുറിച്ചുള്ള കൺഫെഷൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഫൈനസ്റ്റ് ലിറ്ററേച്ചറായിട്ട് പറയാം. പിന്നെ ലണ്ടന് വേണ്ടിയിട്ടും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ജോൺ ഗിബ്സൺ ലോക്ക്ഹാർട്ട് was the editor of Quarterly. For some months, he was a reserved, keen, incisive, and caustic man. He wrote 4 novels, Spanish ballads, Life of Burns, Life of Scott, and other minor writings. He was called Scorpion for his sarcasm, which sometimes was having deadly effect. ജോൺ ഗിബ്സൺ ലോക്ക്ഹാർട്ട് എന്ന് പറയുന്നത് ക്വാർട്ടർലിയുടെ എഡിറ്ററായിരുന്നു കുറച്ച് മാസങ്ങൾ. പിന്നീട് മീൻസ് അദ്ദേഹം ഒരു റിസർവ്ഡും, കീനും, ഇൻസിസീവും, കോസ്റ്റിക്കും ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഭയങ്കര അല്പഭാഷിയായിട്ടുള്ള, വളരെ കീനായിട്ടുള്ള, ആളുകൾക്കിടയിലൊരു കഠിനമായ രീതിയിലുള്ള ഒരു മനസ്സോട് കൂടിയുള്ള ഒരു വ്യക്തി. അദ്ദേഹം 4 നോവൽസ് എഴുതിയിട്ടുണ്ട്. സ്പാനിഷ് ബെല്ലാഡ്, ലൈഫ് ഓഫ് ബേൺസ്, ലൈഫ് ഓഫ് സ്കോട്ട്, പിന്നെ കുറച്ച് മൈനർ റൈറ്റിങ്സും. അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത് സ്കോർപ്പിയൻ എന്നാണ്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഈ രൂക്ഷ പരിഹാസം മൂലം ആയിരുന്നു. അത് ആളുകൾക്കിടയിൽ ഒരു ഡെഡ്ലി എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലണ്ടൻ മെൻ ആണ്. ചാൾസ് ലാം വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബിലവഡ് ഇംഗ്ലീഷ് റൈറ്റേഴ്സ്. അപ്പം ചാൾസ് ലാം പറഞ്ഞ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്. ഹിസ് മാസ്റ്റർപീസ് എസ്സേസ് ഓഫ് ഇലിയ ഗേവ് ഔട്ട് ദ സബ്സ്റ്റൻസ് ഡ്രോൺ from himself, his experience, reminiscences, like dislikes, whims, and prejudices. He was a master in the combining humor and pathos. On the critical side, his influence was strong in the development of Romanticism. He sympathized mostly the early literature of the pre-Augustan age. His sympathy made him to write John Woodville, Tales from Shakespeare, specimens of English dramatic poets who wrote about the times of Shakespeare. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് എസ്സേസ് ഓഫ് ഇലിയ എന്നാണ്. അദ്ദേഹം ഇലിയ എന്നുള്ള തൂലികാനാമത്തിലാണ് എസ്സേസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു ഓർമ്മപ്പെടുത്തലും, അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ തോന്നൽ, മുൻവിധി, ഇതെല്ലാമായിരുന്നു അദ്ദേഹത്തിൻ്റെ എസ്സേസിൽ വന്നിട്ടുള്ളത്. ഹ്യൂമറും പാത്തോസും കമ്പൈൻ ചെയ്ത് എഴുതുന്നതിൽ അദ്ദേഹം ഒരു മാസ്റ്ററായിരുന്നു. പിന്നെ ക്രിട്ടിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ റൊമാൻറ്റിസിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഒരുപാട് സ്ട്രോങ് ആയ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നുണ്ട്. ഈ പ്രീ അഗസ്റ്റൻ ഏജിലുള്ള ലിറ്ററേച്ചറിനെയൊക്കെ അദ്ദേഹം സിമ്പത്തൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് അദ്ദേഹത്തിനെ ജോൺ വുഡ്വിൽ, ടേൽസ് ഫ്രം ഷേക്സ്പിയർ, സ്പെസിമെൻസ്, ഇങ്ങനെയുള്ള വർക്ക്സൊക്കെ എഴുതാനായിട്ട് പ്രേരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി വില്യം ഹാസ്ലിറ്റ് ആണ്. 1778 to 1830 വാസ് എ കണ്ടംപററി ഓഫ് ലാമ്പിൻ്റെ അതേ കാലഘട്ടത്തിൽ തന്നെ എഴുതിയിരുന്ന ഒരു വ്യക്തിയാണ് വില്യം ഹാസ്ലിറ്റ് എന്ന് പറയുന്നത്. ഹി വാസ് ആൻ എക്വിപ്ഡ് ക്രിട്ടിക് ഓഫ് ഹിസ് ടൈം. അപ്പോൾ അന്നത്തെ ഒരു ക്രിട്ടിക്കായിരുന്നു അദ്ദേഹം. ഹിസ് ഫൈൻ കാത്തലിസിറ്റി എനേബിൾഡ് ഹിം ടു ഡു ജസ്റ്റിസ് ടു ദ റൊമാൻറ്റിക് സ്കൂൾ വിത്തൗട്ട് ബീയിങ് അൺജസ്റ്റ് ടു ദ ഓഗസ്റ്റസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാത്തോലിക്കിനോടുള്ളൊരു താല്പര്യം അദ്ദേഹത്തിന് റൊമാൻറ്റിക് സ്കൂളിലെ നീതിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓഗസ്റ്റസിനെതിരെയുള്ള അന്യായത്തിനെതിരെയും അദ്ദേഹം സംസാരിക്കാനുള്ളൊരു കാരണമായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് ക്യാരക്ടർ ഓഫ് ഷേക്സ്പിയർസ് പ്ലേസ്, ഇംഗ്ലീഷ് പോയറ്റ്, ഇംഗ്ലീഷ് കോമിക് റൈറ്റേഴ്സ് ആൻഡ് ഡ്രാമാറ്റിക് ലിറ്ററേച്ചർ ഓഫ് ദ ഏജ് ഓഫ് എലിസബത്ത്. He was called a critic's critic because of his insight, discrimination and sincerity. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ക്രിട്ടിക്സ് ക്രിട്ടിക് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഉൾക്കാഴ്ചയും അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്ക്രിമിനേഷനും സിൻസിയറിറ്റിയും ഒക്കെ മൂലമാണ് അദ്ദേഹം അങ്ങനെ അറിയപ്പെട്ടിട്ടുള്ളത്. ഇനി ലെയ്ഹണ്ട് ആണ്. ലെയ്ഹണ്ട്, who has been already mentioned as a poet, wrote periodicals. He wrote autobiography which was considered
വർത്തി ബുക്ക്. അപ്പോൾ ലെയ് ഹണ്ട് നമ്മളൊരു പോയറ്റ് എന്ന നിലയിൽ അറിയാം. അതുപോലെ തന്നെ അദ്ദേഹം പീരിയോഡിക്കൽസ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി അറിയുന്നത് വളരെയധികം നോട്ട് വർത്തി ആയിട്ടുള്ള ഒന്നായിട്ട് നമുക്ക് പറയാം. The other prose writers of the age include William Cobbett, who wrote English grammar and rural rights, Southey, who wrote Life of Nelson. പിന്നെയുള്ള പ്രോസ് റൈറ്റേഴ്സാണ് വില്യം കോബറ്റ്. അദ്ദേഹം ഇംഗ്ലീഷ് ഗ്രാമറും റൂറൽ റൈറ്റ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ സദേ ലൈഫ് ഓഫ് നെൽസൺ എഴുതിയിട്ടുണ്ട്. ഇനി നോവലാണ്. സർ വാൾട്ടർ സ്കോട്ട് വാസ് ബോൺ ഇൻ എഡിൻബർഗ്. ഹി ടേൺ ഫ്രം റൊമാൻസ് ഇൻ വേഴ്സ് ടു ഫിക്ഷൻ വിത്ത് വേവർലി in 1814. He chose a new line in which the handling of the characters was more suitable. He was stimulated by Irish tales. അപ്പം വാൾട്ടർ സ്കോട്ട് ജനിച്ചത് എഡിൻബർഗിലാണ്. റൊമാൻസ് വേഴ്സിൽ നിന്ന് അദ്ദേഹം ഫിക്ഷനിലേക്ക് മാറി. പിന്നെ വേവർലിയുടെ കൂടെ 1814 ഒരു പുതിയ വേ ഓഫ് ഹാൻഡ്ലിങ് ക്യാരക്ടേഴ്സ്. അപ്പോൾ അദ്ദേഹം ഈ ഐറിഷ് ടേൽസൊക്കെ അദ്ദേഹത്തിനെ ഒരുപാട് ഉത്തേജിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ദ വേവർലി നോവൽസ് വർക്ക് ഓഫ് 18 years of creative activity consist of 27 novels and 5 tales. വേവർലി നോവൽസിൽ 18 വർഷത്തെ ക്രിയേറ്റീവ് ആക്ടിവിറ്റിയാണ്. അതിൽ 27 നോവലും 5 ടേൽസും വരുന്നുണ്ട്. ദീസ് കളക്റ്റീവ്ലി കവർ 8 centuries. ഇത് 8 സെഞ്ച്വറി കവർ ചെയ്യുന്നുണ്ട്. ദേ ആർ 11th century Count Robert of Payers, 12th century The Betrothed, The Talisman Ivanhoe, 14th century Castle Dangerous, 15th century Fair Maid of Perth, Quentin Durward and of Gerstein, 16th century The Monastery, The Abbot, Kenilworth, The Death of Late Jack, 17th century The Fortunes of Nigel, A Legend of Montrose, Woodstock, Peveril of the Pig, Old Morality, The Bride of Lammermoor, The Pirate, 18th century My Aunt Margaret's Mirror, The Black Dwarf, Rab Roy, The Heart of Midlothian, The Sergeant's Daughter, The Textrade Chamber, The Two Drawers, The Antiquary, 19th century, St. Ronald's Wells. അപ്പം 18 സെഞ്ച്വറിയിലുള്ള വർക്ക്സ് ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞു. മോസ്റ്റ് ഓഫ് സ്കോട്ട്സ് നോവൽസ് ആർ ഹിസ്റ്റോറിക്കൽ ആൻഡ് ആക്യുറേറ്റ് ഇൻ നേച്ചർ. അദ്ദേഹത്തിൻ്റെ സ്കോട്ടിൻ്റെ നോവൽ പറയുന്നത് ഹിസ്റ്റോറിക്കലും ആക്യുറേറ്റ് നേച്ചറിലുള്ളതാണ്. ഹിസ് ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സ് ആർ ഓഫൻ നോട്ട് ഫെയ്ത്ത്ഫുൾ. അദ്ദേഹത്തിന് ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സ് അത്രത്തോളം വിശ്വാസ്യത ഉള്ളതൊന്നല്ലായിരുന്നു. സ്കോട്ട്സ് വർക്ക്സ് കീപ് ദ റീഡേഴ്സ് ഇൻ ടച്ച് വിത്ത് ലാർജ് കമൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. സ്കോട്ടിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ മനുഷ്യ ജീവിതത്തിനെ കുറിച്ചുള്ള ലാർജ് കമൻസിനെ കുറിച്ചൊരു ടച്ച് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. Other novelists of the age include Maria Edgeworth, who wrote 3 Irish novels, Susan Edmondsay Ferrier, a painter of Scottish, Jane Austen, who wrote Sense and Sensibility, Pride and Prejudice, Mansfield Park, Emma, Persuasion and Northanger Abbey. Augustine's range was narrow, lacking in passion and strong action. There were other writers like Charles Robert Maturin, John Jarl, Thomas Love Peacock, Lansford James and William Hossin Ainsworth. മറ്റുള്ള നോവൽസ് മരിയ എഡ്ജ്വർത്തിൻ്റെ 3 ഐറിഷ് നോവലുകളുണ്ട്. സൂസൻ എഡ്മോൺസ്ട്രേ പെരിയർ, എ പെയിൻറ്റർ ഓഫ് സ്കോട്ടിഷ്. പിന്നെ ജെയിൻ ഓസ്റ്റൻ്റെ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, പ്രൈഡ് ആൻഡ് പ്രജുഡീസ്, മാൻസ്ഫീൽഡ് പാർക്ക്, എമ്മ, പെർസുവേഷൻ, നോർത്താഞ്ചർ ആബി ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഓസ്റ്റൻ്റെയാണ് പാഷൻ പാഷൻ ലാക്ക് ചെയ്തിട്ടുള്ള സ്ട്രോങ് ആക്ഷനൊക്കെ ആയിട്ട് വരുന്നതാണ്. പിന്നെയുള്ള റൈറ്റേഴ്സ് ചാൾസ് റോബർട്ട് മാച്ചുറിൻ, ജോൺ ജാൾഡ്, തോമസ് ലവ് പീക്കോക്ക്, റാൻസ്ഫോർഡ് ജെയിംസ്, വില്യം ഹോയ്സൺ എയിൻസ്വർത്ത്. പിന്നെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ദ ഏജ് ഓഫ് വേർഡ്സ്വർത്ത്, അതർവൈസ് കാൾഡ് റിട്ടേൺ ഓഫ് നേച്ചർ, ലെഫ്റ്റ് സോ മെനി ഹോൾമാർക്സ് ദ റീലർ ഓഫ് ലിറ്ററേച്ചർ ലൈക്ക് റൊമാൻസിസം, എസ്സേ റൈറ്റിംഗ് ആൻഡ് നോവൽ. അപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ ഏജ് എന്ന് പറയുന്നത് റിട്ടേൺ ടു നേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ റൊമാൻറ്റിസിസം, എസ്സേ റൈറ്റിംഗ്, നോവലൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. താങ്ക് യു.